അയോധ്യയിലെ ശ്രീരാമന്റെ പേരിൽ പണം മോഷ്ടിച്ചത് സംഘപരിവാറാണെന്ന് ആ പച്ചയായ യാഥാർത്ഥ്യം പുറത്തു വരികയാണ്. ഈ സാഹചര്യത്തിൽ യു.പി. ഭരണം നഷ്ടമാകുമെന്നുറപ്പിക്കുന്ന തരത്തിലേക്ക് BJP തന്നെ മാറുകയാണ്. ചരിത്രത്തിൽ കാണാത്ത രീതിയിൽ പ്രതിഷേധങ്ങളെ ഭയക്കുകയാണവർ. BJPക്ക്, പ്രത്യേകിച്ച് നരേന്ദ്രമോദിക്ക് അദ്ദേഹം വന്നതിന് ശേഷമുള്ള BJPയെ ശ്രദ്ധിച്ചാലറിയാം, പ്രതിഷേധങ്ങളെ വലിയ ഭയമാണ്. അതെല്ലാ ഏകാധിപതികളുടെയും ഒരു പ്രത്യേകതയാണ്. അവർ അതിനെ അടിച്ചമർത്താൻ നോക്കിക്കൊണ്ടേയിരിക്കും. തങ്ങൾ കുടുങ്ങുമെന്നുറപ്പാകുന്നതോടെ എല്ലാം ഒരു ഭ്രാന്തൻ തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അതാണിപ്പോൾ അയോധ്യയിൽ കണ്ടുവരുന്നത്. അതാണ് കോൺഗ്രസ് നേതാക്കളെ ആദ്യം തന്നെ തടങ്കലിൽ പാർപ്പിച്ചത്. അതായത് ഇത്രയും വലിയൊരു കൊള്ള അയോധ്യയിൽ നടന്നതോടെ കോൺഗ്രസ് അതിൽ ഇടപെട്ടു. പ്രധാന പ്രതിപക്ഷമാണ് ഈ രാജ്യത്ത് കോൺഗ്രസ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അയോധ്യയിലേക്കൊരു യാത്ര നിശ്ചയിച്ചത്. എന്നാൽ ആ കോൺഗ്രസ് നിശ്ചയിച്ച അയോധ്യ ക്ഷേത്ര സന്ദർശനത്തിന് മുന്നോടിയായിട്ടാണ് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ അജയ് റോയ് അടക്കമുള്ള നേതാക്കളെ, അതുപോലെ പ്രതാപ്ഗഡ് ജില്ലാ പ്രസിഡന്റ് നീരജ് ത്രിപാഠി അടക്കമുള്ളവരെ യോഗിയുടെ പോലീസ് വീട്ടു തടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്നത്. അയോധ്യ ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തുന്നത് പോലും തടയുന്നത് BJP സർക്കാരിൻ്റെ വലിയൊരു ഭീരുത്വമാണെന്ന് എല്ലാവരും മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. അവിടെ കളവ് നടന്നു, അതിനെ BJP സർക്കാർ അനുകൂലിച്ചു. അത് പുറത്തെറിയാതിരിക്കാൻ ഇങ്ങനെ തടങ്കലിൽ വെക്കുകയും പ്രതിഷേധത്തെ അടിച്ചമർത്തുകയും ചെയ്യുന്നു എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങി. വലിയൊരു തിരിച്ചടി കൺമുന്നിൽ കാണുകയാണ് BJP നേതൃത്വം. അയോധ്യയിലെത്തിയ ഉടനെയാണ് അജയ് റായിയെ തടഞ്ഞു വെച്ചത്. അയോധ്യയിൽ ഭൂമി കുംഭകോണം നടത്തുന്നവരും ഈ കൈനീട്ടത്തിൽ കൈയിട്ട് വാരുന്നവരുമൊക്കെ രാമഭക്തന്മാരെ ഭയന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് കണ്ട് ഭയന്നോടുകയോ മുട്ടുമടക്കുകയോ ഇല്ല എന്ന് കോൺഗ്രസ് നേതൃത്വം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അയോധ്യയിലെ ഹോട്ടൽ പദംശ്രീ പാലസിലാണ് അജയ് റോയിയെ ഇപ്പോൾ തടഞ്ഞു വച്ചിരിക്കുന്നത്. ഇന്ന് അയോധ്യ ക്ഷേത്രത്തിലേക്ക് കോൺഗ്രസ് പ്രതിനിധി സംഘത്തെ നയിക്കാനിരുന്നതായിരുന്നു അധ്യക്ഷൻ. സന്ദർശന വിവരം പ്രാദേശിക ഭരണകൂടത്തെ മുൻകൂട്ടി അറിയിച്ചിരുന്നുവെന്നും കോൺഗ്രസ് വെളിപ്പെടുത്തുന്നു. അദ്ദേഹത്തെ കൂടാതെ MP-മാരായ കിഷോരിലാൽ ശർമ്മ, രാകേഷ് റാത്തോഡ്, ഉജ്ജ്വൽ രമൺ സിംഗ്, തനൂജ് പൂനിയ, മുൻ MP SP ഗൗതം, മുൻ MLC-മാരായ ദീപക് സിംഗ്, മുൻ MLA-മാരായ വീരേന്ദ്ര ചൗധരി, മിതാ ഗൗതം തുടങ്ങിയവരുൾപ്പെട്ട ഉന്നതതല സംഘമായിരുന്നു അയോധ്യയിലേക്ക് പോകുന്ന സംഘത്തിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം അയോധ്യയിൽ പോയി അവിടെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും അനുസരിച്ച് BJPയുടെ ഗ്രാഫ് താഴ്ന്നു പോകുമെന്ന് ഉറപ്പിച്ച സാഹചര്യത്തിലാണ് യോഗിയുടെ പോലീസ് ഈ പണി ചെയ്യുന്നത്. അയോധ്യ ക്ഷേത്രക്കൊള്ളയിൽ ഉൾപ്പെട്ട BJP നേതാക്കളെ അടക്കം ആ പാർട്ടി സംരക്ഷിക്കുകയാണെന്നാണ് എല്ലാവരും ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയത്. നിരവധി സന്യാസിമാരും സംഘപരിവാറിനെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞു. അയോധ്യ ക്ഷേത്രക്കൊള്ളയിൽ ഉൾപ്പെട്ടവർക്ക് കർണാടകയിലെ വോട്ട് ചോരി ഉൾപ്പെടെ സംഭവങ്ങളുമായി ബന്ധമുണ്ടെന്നാണ് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ചില തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഭഗവാൻ ശ്രീരാമനെയാണ് BJP വഞ്ചിച്ചിരിക്കുന്നത്. ഈ രാജ്യത്തെ കൊള്ളയടിക്കുന്നവർ രാമക്ഷേത്രത്തെ പോലും വെറുതെ വിടുന്നില്ല എന്ന സത്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞതോടെ വരാനിരിക്കുന്ന UP നിയമസഭാ തെരഞ്ഞെടുപ്പ് BJPക്ക് അല്പം ബുദ്ധിമുട്ട് തന്നെയാണ്. അത് മനസ്സിലാക്കി തന്നെയാണ് കോൺഗ്രസ് സംഘത്തെ തടഞ്ഞതും തടങ്കലിലാക്കിയതും. ജനമൊന്നാകെ ഇളകുകയാണ് UPയിൽ. സമൂഹത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ സംഘപരിവാർ കൊള്ളയ്ക്കെതിരെ അയോധ്യയെ സംരക്ഷിക്കാൻ തെരുവിലിറങ്ങുന്ന ഒരവസ്ഥയാണ് UPയിൽ കാണുന്നത്. സംഭവത്തിൽ സമയബന്ധിതമായ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി സുപ്രീം കോടതിയിലെത്തി. പക്ഷേ അടിയന്തരമായി അത് പരിഗണിക്കാൻ സുപ്രീം കോടതി തയ്യാറായിട്ടില്ല എങ്കിലും പരിഗണിക്കും. അതുപോലെ തന്നെ അലഹാബാദ് ഹൈക്കോടതിയിലും സമാനമായ ഹർജി സമർപ്പിച്ചു കഴിഞ്ഞു. ഫൈസാബാദ് ബാർ അസോസിയേഷൻ്റെ ചരിത്രപരമായ തീരുമാനം വന്നിരിക്കുകയാണ്. അവരും നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ്. അയോധ്യ ക്ഷേത്രക്കൊള്ളയിലെ പ്രതികൾക്ക് വേണ്ടി ഹാജരാകുന്നവർക്ക് കനത്ത പിഴശിക്ഷ നൽകുമെന്നാണ് ബാർ അസോസിയേഷൻ പ്രഖ്യാപിച്ചത്. അതിനപ്പുറം ഒരു തോൽവി കൊള്ളക്കാർക്ക് വരാനില്ല. ഇതിൻ്റെയെല്ലാം പ്രതിഫലനമായി ഈ മാർച്ച് മാസത്തിനുള്ളിൽ നടക്കാൻ പോകുന്ന UP തെരഞ്ഞെടുപ്പ് മാറാൻ പോകുകയാണ്. അതുതന്നെയാണ് BJPയുടെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ തലവേദനയും.